നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ചിലപ്പം ഈ പരമനാറിനെ അറിയാൻ പറ്റും. കാർത്തിക് ശിവകുമാർ എന്നാണ് ഈ ചെറ്റയുടെ ഒരു പേര്. ഇവൻ ജർമ്മനിയിലാണുള്ളത്. മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഒരു അമ്മായി, നമ്മുടെ ജെറുസലേം വാണം. അപ്പൊ ജെറുസലേം പടക്കവും നമ്മുടെ ജർമ്മനി വാണവും ആണ് ഇപ്പം ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും ക്രൈസ്തവ മതത്തെ കുറിച്ചിട്ടും ഒക്കെ വിമർശിക്കുന്നത്. കാരണം ഇവന്റെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിരന്തരം ഓരോ ദിവസം ഇവൻ ഓരോ പോസ്റ്റ് ഇടും. ഇസ്ലാം മതം അങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണ് എന്ന തരത്തിൽ. അതേ നാണയത്തിൽ തന്നെയാണ് മറ്റേ അമ്മായി, വെടിയമ്മായും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം അവരവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരവരുടെ രാജ്യം പോരാടുമ്പോൾ അവരെ തീവ്രവാദികൾ എന്ന് പറയണം എന്നാണ് ഈ പരമനാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറെ കാലമായിട്ട് ഇവൻ ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം, എന്നാൽ ഇവൻ ഈ ജർമ്മനി ഇരുന്നുകൊണ്ട് ഈ യേശുവിനെ കുറിച്ചിട്ടും അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള തെമ്മാടിത്തങ്ങൾ നമ്മുടെ കേരളത്തിലെ കാസ കൊണാണ്ടർ വല്ല അറിയുന്നുണ്ടോ? നീയൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവനൊക്കെ കാണുന്നുണ്ടാവും. ഒരു പക്ഷെ ചിലപ്പം ഈ സംഘപരിവാറിന്റെ അതേ ആശയം ഉൾക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിനെയൊന്നും ചിലപ്പോൾ അവന്മാർ മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇവർക്ക് ക്രിസ്ത്യാനിയെന്നോ ഇവർക്ക് മുസ്ലിം എന്നോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ല. കാരണം അവർക്ക് അവരവരുടെ നിലനിൽപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ ജാമിയയെ പോലുള്ളവരും ആരിഫ് ഹുസൈനെ പോലുള്ള ചില നാറികൾ ആ സമുദായത്തിനെതിരെ തന്നെ പറഞ്ഞോണ്ടിരിക്കുക, ആ പേരിൽ, ആ നാമത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞോണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഈ വിഭാഗത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ചില നാറികൾ. എന്തായാലും ഇവൻ പറഞ്ഞിരിക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങൾ, ഖുർആൻ എന്താണെന്നോ ആ മതവിശ്വാസത്തിന്റെ ആശയം എന്താണോ എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ന്യൂസിലാൻഡ് നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ ഏറ്റവും വലിയ എന്താ പറയുക മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു, ഇംഗ്ലണ്ടിൽ വർദ്ധിക്കുന്നു. അപ്പം പല രാജ്യങ്ങളിലും ഇസ്ലാം വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു കടിയാണ് ഇവനിപ്പോ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനി എങ്ങാനും ജർമ്മനിയിൽ മുസ്ലിം ഭൂരിപക്ഷമായി പോയാൽ ഈ നാറിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഈ തെമ്മാടിത്തരം പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യിക്കുന്നത്. എന്തായാലും പലസ്തീനെ കുറിച്ചിട്ടും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷമേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ജർമ്മനി എന്നുള്ള വാർത്ത, ബെർലിൻ, അത് കിഴക്കൻ ജർമ്മനിയാണ്. അവിടെ ജനിക്കുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്ന പേര് മുഹമ്മദ് എന്നാണ്. അതായത് മുസ്ലിങ്ങൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ജനിക്കുന്നത്. ഇപ്പോൾ പറയുമ്പോൾ മുസ്ലിങ്ങൾ മനുഷ്യരാണ്, എന്താ അവർക്ക് കുട്ടികളുണ്ടായിക്കൂടെ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇവരുടെ ചരിത്രം ഉണ്ടല്ലോ, ഇവർ കുട്ടികളുണ്ടാക്കി ലാസ്റ്റ് ഈ നാട് ജർമ്മനി ഇസ്ലാമിക നാടാണ് എന്ന് പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കുട്ടികളുണ്ടാക്കി ഇവർ നേടിയെടുത്തൊരു നാടാണ് ലെബനൻ. ഒരുപാട് നാടുകൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞേക്കണല്ല, ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ദീൻ ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. അതാണ് ഇവർ വിശ്വസിക്കുന്നത്, അതാണ് ഇവർ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജർമ്മൻകാരെന്ന് വെച്ചാൽ അവർക്കൊരു ചരിത്രം ഉണ്ടല്ലോ. അവരോട് കളിച്ചവരെയൊക്കെ അവർ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. യഹൂദരെ ഉദാഹരണം, യഹൂദരൊക്കെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല വിളിച്ച ആൾക്കാരാണ് ജർമ്മൻകാർ. അപ്പോൾ സുഡാപ്പികൾക്ക് എന്താണാവോ കാത്തിരിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. സത്യത്തിൽ എന്താണ് ഇവന്റെ പ്രശ്നം? കാരണം ഇപ്പൊ ലോകത്തെല്ലാം ഇസ്ലാം മതം ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരുന്നു. അത് ആരും ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് ചേരണമെന്ന് തോക്കെടുത്ത് തലയിൽ വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. അവർ ആ മതത്തിന്റെ അടിസ്ഥാനങ്ങൾ, ആ മതത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. ഇനിയിപ്പോ ജർമ്മൻ എങ്ങാനും മുസ്ലിം കൺട്രി ആയി പോയി കഴിഞ്ഞാൽ ഈ നാറിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് ഇവര് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ മുഹമ്മദ് എന്ന് പേരിടുന്നത്. മുഹമ്മദ് എന്ന പേര്, അതിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ആ ഒരു എന്താ പറയാ ഒരു ആ വാക്കിന്റെ ഒരു പവർ എന്താണെന്ന് ഇതുപോലുള്ള വർഗീയ നാറികൾക്ക് വല്ല അറിയാവോ? എന്തായാലും ഇവൻ ഇന്ത്യയിലൊന്നും വരലില്ലെന്നാണ് തോന്നുന്നത്. ഇവനും എന്താ ജർമ്മനി തന്നെയാണ്. അപ്പൊ ജർമ്മനി കിടന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് ജെറുസലേമിൽ കിടന്ന് കുരയ്ക്കുന്നു, ഇവനൊന്ന് ജർമ്മനി കിടന്ന് കുരയ്ക്കുന്നു. എന്താണേലും പാവികളെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ കണക്ക് ഇവനെയൊക്കെ ഇങ്ങനെ പന പോലെ വളർത്തും. അവസാനം സമ്മാനം മേടിക്കാൻ ഈ നാറികളൊക്കെ താഴെ തന്നെ വരേണ്ടി വരും. എന്തായാലും നമുക്ക് ബാക്കിയോടെ ഒന്ന് കേട്ടു നോക്കാം. സുഡാപ്പികൾ എന്താ പറയുക, വടി കൊടുത്ത് അടി വാങ്ങണ ആൾക്കാരാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേൽ കണ്ടില്ലേ, ഹമാസ് വലിയ വെയിറ്റിട്ട് പോയി ഇസ്രായേലിനെ ആക്രമിച്ച് 1500 ആൾക്കാരെ ഒക്ടോബർ 7-ാം തീയതി, അതിൻ്റെ വാർഷികം വരുന്നുണ്ട്, ഒക്ടോബർ 7-ാം തീയതി ഇവർ കടന്നാക്രമിച്ച് അവിടെയുള്ള 1500 ആൾക്കാരെ കൊന്ന് പ്രായഭേദമന്യേ ആബാലവൃദ്ധം ജനങ്ങളെ, അതായത് കുട്ടികളെ
വയസ്സുകളെയും ഒക്കെ റേപ്പ് ചെയ്ത് എല്ലാ പൈശാചിക കർമ്മങ്ങളും ചെയ്ത്, മനസ്സിലായോ? പക്ഷേ ഇത്രയും പൈശാചികമായിട്ട് ഹമാസ് പ്രവർത്തിച്ചിട്ടും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഹമാസിനെ തള്ളിപ്പറഞ്ഞു? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തരാൻ പറ്റുമോ? ഇവർ ഈ ഒക്ടോബർ 7-ാം തീയതി ചെയ്തത് ശുദ്ധ പോക്രിത്തരമാണ് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഇവരുടെ ഗ്രന്ഥം ഇവരെ പഠിപ്പിക്കണം അങ്ങനെ. ഇവരുടെ ഗ്രന്ഥം പറയുന്നത് മുസ്ലിമിൻ്റെ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കണം, ഒരിക്കലും അത് പുറത്തു കൊണ്ടുവരാൻ പാടില്ല. ഇവർ കുഞ്ഞുനാൾ മുതലേ ഇവർ പഠിച്ചു വളർന്നേക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നില്ലേ, അതുകൊണ്ട് ഇവരതൊരിക്കലും പറയത്തില്ല. പക്ഷേ ഇവരത് പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും 1500 പേര് മരിച്ചേ, യഹൂദർ മരിച്ചേ, അവരെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ റേപ്പ് ചെയ്ത് വരും. എന്ത് പിശാചുക്കളായിട്ട് വേണം. അപ്പോൾ അതിൽ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ ഏതാണ്ട് 50,000 സുഡാപ്പികൾ തട്ടിപ്പോയി. കുറേ കുട്ടികളും കുറേ സ്ത്രീകളും മരിച്ചു. മനസ്സിലായി? ഇതിപ്പോൾ ആര് നേടി? 1500 പേരെ കൊന്നപ്പോൾ 50,000 പേരെ തിരിച്ചു കൊന്നു. ഇസ്രായേൽ എന്ത് ചെയ്തു? 8ൻ്റെ പണി അങ്ങോട്ട് കൊടുത്ത്, പേജർ. കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ട് ഇവർ പേജറാണ് ഉപയോഗിച്ചിരുന്നത്. പേജർ എന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജിയാണ്, അറിയാലോ, ആദ്യം വന്ന സാധനം. പക്ഷേ ഇവന്മാരെന്ത് ചെയ്ത് ഈ പേജറിൻ്റെ അകത്ത് ബോംബ് വെച്ചിട്ട് ഇവർ പേജർ കയറ്റി അയച്ചു. തായ്വാനിൽ നിന്നാണ് വന്നത്, പക്ഷേ പാടില്ല. അതൊന്നും ഇനി ഒരിക്കലും പുറത്തു വരാൻ പോലെ. എന്തായാലും ഈ പേജറൊക്കെ പൊട്ടിത്തെറിച്ച്. അത് കഴിഞ്ഞപ്പോൾ വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ച്. കുറേ പേര് മരിച്ചു. 587 പേരാ എന്താണ്, ഒരുപാട് പേര് മരിച്ചു. ഒത്തിരി ആൾക്കാർ ഇവന്മാർ മരിച്ചു. എന്നാലും ഇവന്മാർ തീവ്രവാദം അവസാനിപ്പിക്കുമോ? ഇല്ല. ഇവന്മാർ ഇപ്പം നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ എന്താണ് പുൽവാമ ഭീകരാക്രമണം. എന്തൊരു ആക്രമണം വരുന്നത്. അത് ഒരുത്തം വന്നിട്ട് ജീപ്പിൽ നിറച്ചും വാഹനത്തിൽ നിറച്ചും സ്ഫോടക വസ്തുക്കളായിട്ട് മിലിറ്ററി ക്യാമ്പിലേക്ക് ഓടിച്ച് കയറ്റി. അവനും ചത്തു. നമ്മുടെ കുറേ 40 സൈനികരെയും കൊന്നു. അപ്പോൾ ഇവന് സ്വർഗത്തിൽ ഹൂറികളെ കിട്ടും. നല്ല കൂർത്ത മുലയുള്ള ഹൂറികൾ, വലിയ നിതമ്പമുള്ള ഹൂറികൾ. അതിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ചാവണത്. എന്തൊരു വൃത്തികെട്ട മനുഷ്യരാണ്. എനിക്ക് നാണമില്ലേ ഭായി, നാണമില്ല. ധാരാളം വെടികളുണ്ട്, അങ്ങോട്ട് പോകും. അതിന് പകരം അള്ളാഹുവിൻ്റെ ഹൂറികളെ തന്നെ വേണമെന്നും പറഞ്ഞ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാകണം, ബോംബ് വെച്ച് സ്വയം പൊട്ടി ചാവണം, എന്നാലേ അള്ളാഹുവിൻ്റെ ഹൂറികളെ കിട്ടുള്ളൂ. ഇന്നാളെ ഞാനൊരു വീഡിയോ കണ്ടേ, അതിൻ്റെ അകത്ത് ഈ പൊട്ടിത്തെറിക്കണവനില്ലേ, പൊട്ടിത്തെറിക്കണവൻ അവൻ്റെ ലിംഗത്തിൻ്റെ അവിടെ മാത്രം ഒരു ഇരുമ്പിൻ്റെ ഒരു പാഡ് വെച്ചേക്കണം, ഇരുമ്പിൻ്റെ പാഡ്. അതായത് ഇവൻ്റെ ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ചാലും ലിംഗത്തിനൊന്നും പറ്റരുത്. എന്താ ഈ നാറിയെ കുറിച്ചിട്ട് പറയാ അല്ലെ? ഇസ്ലാമിനെ കുറിച്ചിട്ടോ ഇസ്ലാം ഗ്രന്ഥത്തെ കുറിച്ചിട്ടോ ഒരു പുല്ലും അറിയാത്ത, ഒരു ചുക്കും അറിയാത്ത പരമനാറി, അന്ധമായിട്ടുള്ള മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് വല്ല രാജ്യത്തും പോയിരുന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഇസ്ലാമിനെ കുറ്റം പറയുന്നു, ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ 1500 പേരെ ഇസ്രയേലിൽ കൊലപ്പെടുത്തിയെന്ന്. ഈ കാലം അത്രയും ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാർ ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങള്, എത്രയോ സ്ത്രീകള്, എത്രയോ വൃദ്ധകള്, എത്രയോ പാവം പിടിച്ച ദുർബലരായിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരെ കണ്ണി ചോരയില്ലാതെ ഈ കാലം അത്രയും കൊന്നൊടുക്കിയതിന് കയ്യും കണക്കുമുണ്ടോ? ഈ ഒക്ടോബറിൽ ഈ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി എന്ന് പറയുന്നത്, ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസത്തേക്ക് മുമ്പ് അവിടുത്തെ 2 യുവാക്കളെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ രീതിയിൽ ആ 2 പേരെയും കൊലപ്പെടുത്തിയ വാർത്തകൾ നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതിനൊരു തിരിച്ചടി എന്ന രീതിയിൽ തിരിച്ചടിക്കുമ്പോൾ മാത്രം തീവ്രവാദം, ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം അതെന്തോ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് ഈ നാറികൾ ഈ കാലം അത്രയും ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ തെമ്മാടി ഏതെങ്കിലും ഒരു അവസരത്തിൽ ചിലപ്പോൾ നാട്ടിലെത്തും. കാരണം ഇവന്റെ ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിരന്തരം ഇസ്ലാമിനെയും ക്രൈസ്തവ മതത്തെയും കുറിച്ചിട്ട് ഇങ്ങനെ വിമർശിക്കുക. ഒരിക്കലും നല്ലൊരു വിശ്വാസിയായിട്ട് എനിക്ക് കാണാൻ എന്തായാലും സാധിക്കത്തില്ല. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഒരു മതത്തെ കുറിച്ചിട്ടോ ആ മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടോ യാതൊരുവിധ തരത്തിലുള്ള ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതുപോലുള്ള ചില വൃത്തികെട്ട നാറികളാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഈ വിഭാഗീയത ഉണ്ടാകുക. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പം ചില ആൾക്കാരെങ്കിലും ഇതൊക്കെ ശരിയാണ് എന്ന് വിചാരിച്ച് വിശ്വസിച്ചു. എന്തായാലും ഊറികളെ കിട്ടാൻ വേണ്ടി മറ്റേ എന്താ പറയാ ഇരുമ്പിന്റെ പാഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയെന്നൊക്കെ ഇവൻ ഇങ്ങനെ വീഡിയോയിലൂടെ തട്ടിവിടുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷ. നിങ്ങളുടെ സ്വന്തം വിനീസ്റ്റ് എന്റർടൈൻമെന്റ്.